ലോകത്തിന്റെ നേതാവായ ഖുതുബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? സിന്ദാബാദ് സിന്ദാബാദ് SKSSF സിന്ദാബാദ് 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 വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് 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 SKSSF സിന്ദാബാദ് 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 വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് വിജ്ഞാനം വിനയം സേവനം വിസ്മയമായി വളർന്നു വന്നു വിദ്യാർത്ഥികൾക്ക് ആശ്വാസനാളം വിളങ്ങുന്ന ചരിത്രമെഴുതി വിജ്ഞാനം വിനയം സേവനം വിസ്മയമായി വളർന്നു വന്നു വിദ്യാർത്ഥികൾക്ക് ആശ്വാസനാളം വിളങ്ങുന്ന ചരിത്രമെഴുതി സിന്ദാബാദ് സിന്ദാബാദ് SKSSF സിന്ദാബാദ് 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 വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് വളരുന്ന മക്കളിൽ ഇസ്ലാം ദീനും വിജ്ഞാനം മഹാനായ ഖുതുബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? അനാ മിൻ ഖബലി വുജൂദി കുന്തു ഖുതുബൻ ഫീ നുത്ഫത്തിൽ ആബാഇ ദറസ്തുൽ ഇൽമ ഹത്താ സിർതു ഖുതുബാ വനിൽതു സഅദ മിൻ മൗലൽ മവാലി. ഞാൻ ഖുതുബാണ്, ഞാൻ ഔലിയാക്കളുടെ നേതൃപദവി അലങ്കരിക്കുന്ന ഖുതുബാണ്, ഞാൻ ശരീഅത്തിന്റെ വിജ്ഞാനങ്ങൾ മുഴുവൻ അഭ്യസിച്ചുകൊണ്ട് യോഗ്യനായ വ്യക്തിയാണ്. അപ്പൊ തങ്ങളുടെ യോഗ്യത വിളംബരപ്പെടുത്തുന്നവരാണ് അമ്പിയാക്കൾ, തങ്ങളുടെ യോഗ്യത വെളിപ്പെടുത്തിയവരാണ് ഔലിയാക്കൾ. എല്ലാ ഔലിയാക്കളല്ല, മറന്നു ജീവിച്ച ഔലിയാക്കൾ വേറുണ്ട്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി തിരിച്ച ഔലിയാക്കളെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അത് നബിമാരുടെ കൂട്ടത്തിലും മറന്നു ജീവിച്ച നബിമാരില്ലേ? മഹാനായ ഖദിർ അലൈഹിസ്സലാം നബിയായിരുന്നല്ല, പക്ഷേ മറന്നു ജീവിച്ച നബിയാണ്. അപ്പോ ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരെ നന്നാക്കാൻ വേണ്ടി നിയോഗിതരായ ഔലിയാക്കൾ, അവരുടെ അനന്തരഗാമികളായ ഔലിയാക്കളൊക്കെ അത് പ്രഖ്യാപിച്ചാണ്. അപ്പൊ തങ്ങളെ സംബന്ധിച്ച്, തങ്ങളുടെ വിശുദ്ധിയെ സംബന്ധിച്ച്, തങ്ങളുടെ ആദർശത്തിന്റെ വിശുദ്ധിയെ സംബന്ധിച്ച് ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യാൻ ഇവിടുത്തെ ഒരു കാക്കത്തൊള്ളായിരം സംഘടനകൾക്കും സാധിച്ചിട്ടില്ല. ഞാൻ ആരെയും ആക്ഷേപിക്കല്ല, വിമർശിക്കല്ല. പക്ഷേ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ തങ്ങളവர்கள் പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, സൂറത്ത് തൗബയിൽ അല്ലാഹു പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലു മഅസ് സാദിഖീൻ. സത്യത ഉള്ള ആളുകളോടൊപ്പം ആയിരിക്കണം നിങ്ങൾ. ഇത് ആരാണ് പുലർത്തിപ്പോരുന്നത്? ഇത് ഓരോ മുക്കല്ലഫായ മനുഷ്യനും ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളെ കൂട്ടത്തിലൊക്കെ ഇപ്പോ പുതിയ തലമുറയിൽ ഒരു തരം ചിന്താഗതി വളർന്ന് വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. എന്താണ്? ഞാൻ സുന്നിയല്ല, ഞാന് മുജയുമല്ല, ഞാന് ജമയുമല്ല, ഞാന് തെബിലിയുമല്ല, ഞാൻ പിന്നെ ആരാണ്? ഞാൻ മുസ്ലിമാണ്. അങ്ങനെ ഒരു മുസ്ലിമുണ്ട്, ഒന്നുമല്ലാത്തൊരു മുസ്ലിം. മുസ്ലിമിൽ നീ ആര്? നീ മുസ്ലിമല്ല എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? നീ കാഫിറല്ല എന്നേ വരുന്നുള്ളൂ. കാഫിറല്ല. പക്ഷേ മുസ്ലിമിൽ നീ ആരാണ് എന്ന ഒരു ചോദ്യമില്ലേ? ആ ചോദ്യത്തിന് നമ്മുടെ മുമ്പിൽ മറുപടി വേണ്ടേ?
ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, നിങ്ങൾ തഖ്വയിൽ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, നിങ്ങൾക്കൊരു മഅയ്യത്ത് വേണം, നിങ്ങൾക്കൊരു സമേതത്വം വേണം, നിങ്ങൾക്കൊരു കൂടെയാവൽ വേണം. ഏതാണ് ആ സമേതത്വം? ഫകൂനൂ മഅസ്സാദിഖീൻ, സത്യത നിലപാടുകളിൽ സത്യത, ആദർശത്തിൽ വിശുദ്ധി, അത് വെച്ചു പുലർത്തുന്ന ആളുകളോടൊപ്പമായിരിക്കണം. ഞാൻ ഉറക്കെ പറയാൻ ഉദ്ദേശിക്കുകയാണ് എന്താണ്? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് ആദർശ വിശുദ്ധി ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ്. ഇത് നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ആരംഭം മുതൽക്ക് അവസാനം വരേക്കുമുള്ള, അതിന്റെ തുടക്കം മുതൽക്ക് അത് മുന്നോട്ട് വെച്ച ഏത് ആശയമുണ്ടോ അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി വിശദമായിട്ട്, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, വളരെ വിശാലമായിട്ട് തന്നെ നമ്മൾ കാതോർത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അലവിദാരി സംസാരത്തിന്റെ തുടക്കത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാൻ വിട്ടുപോയതാണ്. അദ്ദേഹം വളരെ വിശാലമായിട്ട് തന്നെ അതിന്റെ സമകാലികമായ സമസ്യകളുടെ പൂരണം എന്ന വിധത്തിൽ തന്നെ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ വിശദമായി പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് ഈ ദൗത്യം നിർവഹിക്കാൻ സാധിച്ചത് എന്ന് ചോദിച്ചാൽ, അവർ ഉലമാക്കളായി, അവർ സാദാത്യങ്ങളായിരുന്നു. സാദാത്യങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? തറക്തു ഫീകും സഖലൈൻ കിതാബല്ലാഹ് വ അഹ്ല ബൈതി ഔ കമാ ഖാൽ, രണ്ട് പ്രധാന സംഗതികൾ ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിച്ചു പോവുകയാണ് സമുദായമേ. ഒന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥമാകുന്നു. അല്ലാഹുവിന്റെ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സുന്നത്തിൽ പെട്ടു. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ആത്മീയമായി അവലംബിക്കാൻ പറ്റുന്ന വിഭാഗമാണ് പ്രവാചകന്മാർ വരാനില്ല. ഇനി ജനങ്ങളെ ആര് നന്നാക്കും? ജനങ്ങൾക്കാര് മതവിധി പറഞ്ഞുകൊടുക്കും? മതത്തിന്റെ വിധികളും അതിന്റെ കാര്യങ്ങളും ആരാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക? അതിന് ഈ ഉമ്മത്തിന് അല്ലാഹു തആല നൽകിയ സംവിധാനമാണ് ഉലമാക്കൾ. അൽ ഉലമാ വറസത്തുൽ അംബിയാ, ഉലമാക്കൾ നബിമാരുടെ അനന്തരാവകാശികളാകുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് പറയുമ്പോഴാണ് ഉലമാക്കൾ അങ്ങനെ അനന്തരാവകാശികളൊന്നുമല്ല. ഉലമാക്കളെ പറ്റി ഖുർആൻ പറഞ്ഞത് എന്താണ്? സൂറത്ത് തൗബയിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുതല് അകാരണമായി തിന്ന് വയറ് നടക്കുന്ന ആൾക്കാരാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ആളുകളെ സന്മാർഗത്തെ തൊട്ട് തടയുന്നവരാണ് എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ നമ്മളെ നാട്ടുമ്പുറത്തിലൂടെ കവലകളായ കവലകൾ തോറും ആലിമീങ്ങളെ സംബന്ധിച്ച് ജനഹൃദയങ്ങളിൽ നിന്ന് ആലിമീങ്ങൾക്കുള്ള മഹത്വവും അവരുടെ സ്ഥാനവും അവർക്ക് ശറഅ് നൽകിയ സ്ഥാനം അല്ലാഹു നൽകിയ സ്ഥാനമില്ലേ? ഫദ്ലുൽ ആലിമി അലൽ ആബിദി കഫദ്ലി അലാ അദ്നാകും. എന്നാണ് റസൂൽ എന്താ പറഞ്ഞത്? ഒരു ആലിമിന്റെ മഹത്വം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഇബാദത്തിൽ മുഴുകുന്ന ഒരു അടിമയേക്കാൾ ഇൽമുള്ള ആലിമിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ സ്വഹാബിമാരെ കഫദ്ലി അലാ അദ്നാകും, നിങ്ങളിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ആളേക്കാൾ എനിക്ക് എന്താണോ മഹത്വമുള്ളതെങ്കിൽ തത്തുല്യമായ മഹത്വമാണ് ആലിമിനേക്കാൾ ഉള്ളത് എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുകയാണ്. അങ്ങനത്തെ ആലിമീങ്ങളെ സംബന്ധിച്ച് ഇവർ പറയാണ്. ആരാ പറയുന്നത്? നമ്മുടെ നാട്ടുംപുറങ്ങളിലൂടെ കവലകളിലൂടെ മൈക്ക് കെട്ടി വാത്തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിവരദോഷികളായ പ്രഭാഷകന്മാർ, കവല പ്രഭാഷകന്മാർ, മുജാഹിദിന്റെയും തത്തുല്യ വിഭാഗങ്ങളുടെയും പ്രഭാഷകന്മാരും എഴുത്തുകാരും പറയുകയാണ്, ആലിമീങ്ങൾ അങ്ങനെയല്ല. ആലിമീങ്ങൾ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഖുലൂന അംവാലൻ നാസി ബൈനകും ബിൽ ബാതിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും അങ്ങനെ അവരർത്ഥം വെക്കാം.
പറഞ്ഞിട്ടുള്ളത്. ഈ ഉമ്മത്തിന്റെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? ഉലമാ ഉമ്മത്തി അംബിയാ ഇബ്നി ഇസ്രായീല അൽ ഉലമാ വറസത്തുൽ അംബിയാ. എന്റെ ഉമ്മത്തിലെ ഉലമാക്കൾ ബനൂ ഇസ്രായേലിലെ പ്രവാചകന്മാരെ പോലെയാണ്. അവർ അംബിയാക്കളുടെ അനന്തരഗാമികളാകുന്നു. ജനങ്ങളെ സംസ്കരിക്കാൻ നിയുക്തരായ ആളുകളാണെന്നാ പറയുന്നത് അല്ലേ? എന്നിട്ട് ആ പണ്ഡിതന്മാരെ ജനമധ്യത്തിൽ താറടിച്ച് ജനഹൃദയങ്ങളിൽ വളരെ ബഹുമാനത്തോടെയും വളരെ സ്നേഹത്തോടെയും ആദരവോടെയും പിൻപറ്റപ്പെടാവുന്നവരായിട്ട് ജനങ്ങൾ മനസ്സിലാക്കി പോന്ന, നേരത്തെ ഇവിടെ പറഞ്ഞ കോയക്കുട്ടി ഉസ്താദിനെ പോലുള്ള, ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദിനെ പോലെയുള്ള, അതുപോലെയുള്ള ആത്മീയമായും വൈജ്ഞാനികമായും എന്ന നിലവാരത്തിൽ നിലകൊള്ളുന്ന ആലിമീങ്ങളെ താരടിക്കുക. ഇതാണ് ഇവിടുത്തെ പുത്തൻ പ്രസ്ഥാനക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്. രണ്ടാമതായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവര് ജനങ്ങൾക്കിടയിൽ വളരെ വ്യാപകമായ കളവുകൾ പ്രചരിപ്പിക്കുകയാണ്. സാധാരണക്കാര് കിതാബ് നോക്കുന്നില്ലല്ലോ. ആ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് അവര് കിതാബ് പരതുകയില്ലല്ലോ എന്ന അമിതമായ വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിലുടനീളം ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എത്ര കളവുകളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഞായറാഴ്ച കണ്ണൂർ ജില്ലയിലുള്ള കമ്പിൽ നടന്ന ജിന്ന വിഭാഗം മുജാഹിദുകളുമായിട്ട് നടന്ന നമ്മുടെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ നടത്തിയ സംവാദം. ആ സംവാദത്തിൽ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഉടനീളം കേരളത്തിന്റെ മുഖമൂലകളിൽ അവർ നടത്തിയ പ്രചരിപ്പിച്ച കളവുകൾ, ആരോപണങ്ങൾ ഒളിച്ചെഴുതി കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം, ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ് റൂം, ആ ക്ലാസ് റൂം കഴിഞ്ഞ തിങ്കളാഴ്ച ഔദി വിഭാഗം മുജാഹിദുകളുമായിട്ട് രാത്രി നടത്തിയ ഒരു സംവാദ വ്യവസ്ഥ, ആ വ്യവസ്ഥയിൽ നബിദിനാഘോഷത്തിന്റെ ഒരു വിധി പറയാൻ പോലും അതിന്റെ ഉത്തരവാദപ്പെട്ട ജംഇയ്യത്തുൽ ഉലമായുടെ മെമ്പർമാരായ ആളുകൾക്ക് പോലും നബിദിനാഘോഷം എന്താണ്, ശർഇന്റെ കാഴ്ചപ്പാട് പ്രകാരം അതിന്റെ വിധി എന്താണ് എന്ന് തുറന്നു പറയാൻ, ഹറാമെന്ന് പറയാൻ, അല്ലെങ്കിൽ കറാഹത്ത് എന്ന് പറയാൻ, അതല്ലെങ്കിൽ നല്ലതിനു മാറ്റം എന്ന അർത്ഥത്തിൽ ഖിലാഫുൽ ഔല എന്ന് പോലും വിശേഷിപ്പിക്കാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് മുമ്പിൽ സാധിക്കാതെ പത്തിമടക്കി പിന്മാറുന്ന ദയനീയമായ രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തവരായിട്ട് പോലും, പ്രതികരിക്കാൻ സാധിക്കാത്തവരായിട്ട് പോലും ജനങ്ങൾക്കിടയിൽ എത്രയധികം കളവുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മളെ മൗലിദ് കിതാബിൽ ഉണ്ടുപോലും. മൗലിദ് ഇന്നിപ്പോൾ മൗലിദ് അല്ലേ? എന്തൊക്കെയാണ് ആ മൗലിദിൽ? എത്ര ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ അറ്റമില്ലാത്ത അനന്തമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന വരികളാണെന്ന് മുഹ്യിദ്ദീൻ മൗലിദിന്റെ പ്രാരംഭ ഈരടിയിൽ നമ്മൾ ചൊല്ലിയത് അല്ലേ? ഹുവൽ-അവ്വലു വൽ-ആഖിറു ളാഹിറുല്ലദീ. അല്ലാഹുവിനെ പറ്റി പറയാൻ അല്ലാഹു അവ്വലാണ്, അല്ലാഹു ആഖിറാണ്, അല്ലാഹു ആദ്യമാണ്, അവസാനം, പ്രത്യക്ഷനാണ്, പരോക്ഷനാണ്. പ്രത്യക്ഷത്തിൽ പരസ്പര വിരുദ്ധങ്ങളായ വിശേഷണങ്ങൾ അല്ലാഹുവിനെ പറ്റി പറയുകയാണ്. എന്താണ് ആ വിശേഷണങ്ങളുടെ യാഥാർത്ഥ്യം? അവയുടെ പൊരുളുകൾ എന്താണ്? ആ പൊരുളുകളെ തേടിയുള്ള ദീർഘമായ അന്വേഷണ യാത്രയിലേക്ക് ഒരാളെ, ഒരു പഥികനെ കൈപ്പിടിച്ചുയർത്തുന്ന വരികളാണ്. അത്ര അർത്ഥഗംഭീരമായ വരികളാണ് നമ്മുടെ മൗലിദിന്റെ ഏടുകളിൽ മഹാപണ്ഡിതന്മാർ കുറിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ ഈ കാടാമ്പുഴയിൽ വന്നിട്ട് പോലും പറയുകയുണ്ടായി, എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദില് നബിയെ പറ്റി പറഞ്ഞ ചാപ്പിള്ള അത്ര പറഞ്ഞത്. ചാപ്പിള്ള നബി സല്ലല്ലാഹു ഈ ചാപ്പിള്ള എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ നമ്മുടെ പണ്ഡിതന്മാരോട്, ഈ നാട്ടുകാരോടൊക്കെ ചോദിച്ചു. ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലില്ലാത്തൊരർത്ഥം ഈ നാട്ടുകാർക്കുണ്ടോന്ന് എനിക്കറിയില്ലല്ലോ. ചാപ്പിള്ള എന്ന് പറഞ്ഞാൽ എന്താണ്? തികയാതെ പ്രസവിച്ച കുട്ടിയെ പറ്റി നമ്മൾ ഐസിയിലൊക്കെ ഇടുമല്ലോ. നമ്മളെ ഹോസ്പിറ്റലില് ഏതെങ്കിലും ഒരു സ്ത്രീ തികയാതെ പ്രസവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആ കുട്ടിക്ക് കൂടുതൽ ശ്വാസോച്ഛ്വാസങ്ങളൊക്കെ സുഗമമായി നടത്താനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഐസിയുവില് 2 ദിവസമൊക്കെ കിടത്തും. അങ്ങനത്തെ കുട്ടികളെ പറ്റി നമ്മൾ തികയാതെ പ്രസവിച്ച കുട്ടി എന്ന് പറയും. അതേപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ ജന്മനാ തന്നെ അലവിദാരിമിനോട് ഞാൻ ചോദിച്ചു, എന്താ അലവിദാരിമി ഈ ചാപ്പിള്ള എന്ന് പറഞ്ഞാൽ?
അപ്പൊ അലിവികാരി പിള്ളയായപ്പോ തന്നെ ചത്ത കുട്ടിയാണ്, അതുകൊണ്ടാണ് ചാപ്പിള്ള എന്ന് പറഞ്ഞത്. അദ്ദേഹം അത് നല്ല നർമ്മം കലർത്തിക്കൊണ്ട് തന്നെ മറുപടി പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാപ്പിള്ള, ആ പ്രയോഗം നമ്മളെ മൗലൂദിന്റെ ഒരിലുണ്ടോ? ഉണ്ടോ? ചാപ്പിള്ളക്ക് അറബിയിൽ സിഖത്ത് എന്നാ പറയാ. സഖത്ത, ജനിക്കുമ്പോ തന്നെ ജീവല്ലാതെ വീണുപോയ കുട്ടിയും സിഖത്ത്. മലയാളത്തിൽ ചാപ്പിള്ള, ചാക്കുട്ടി എന്നൊക്കെ പറയും. അങ്ങനെ മൗലൂദിന്റെ ഏടിലുണ്ടോ? മങ്കൂസ് മൗലിദിലുണ്ടോ? ഷറഫുൽ അനാമിലുണ്ടോ? ബർസഞ്ചി മൗലൂദിലുണ്ടോ? ബാരിഉൽ അൻഷാദിലുണ്ടോ? ജഅല മുഹമ്മദിലുണ്ടോ? റസൂലുള്ളാഹിയുടെ മൗലിദായി അംഗീകരിച്ചു പോരുന്ന ഏതെങ്കിലും ഒരു മൗലിദിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് മാസത്തിൽ റസൂലുള്ളാഹിന്റെ ഗർഭധാരണം നടന്നു. റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ ആവുമ്പോഴത്തിന് 10 മാസം കൂടെ തികയിലില്ല. 9 മാസവും പിന്നെ എത്ര നമ്മൾ സാധാരണ പറയുന്നത് എങ്ങനെ? 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 സെക്കൻഡും. അതൊക്കെ സ്ത്രീകളോട് ചോദിക്കേണ്ട മസലയാണ്, നമുക്കറിയില്ല. അവരാണല്ലോ അതിന്റെ വക്താക്കൾ. അപ്പൊ 9 മാസം പൂർത്തിയായിട്ടില്ല, 8 മാസം പൂർത്തിയായിട്ട് 9ാമത്തെ മാസത്തിൽ തന്നെ റസൂലുള്ളാഹിനെ പ്രസവിച്ചതുകൊണ്ട് മാസം തികയാതെ പെറ്റ അപൂർണനായ കുട്ടി എന്നാണോ അതിന്റെ അർത്ഥം? അതാണോ അതിന്റെ അർത്ഥം? അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മർയമിൽ അല്ലാഹു തആല പറഞ്ഞതെന്താണ്? അല്ലാഹു തആല പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, ഇന്നമാ അന റസൂലു റബ്ബികി ലിഅഹബ ലകി ഗുലാമൻ സക്കിയ്യാ. മറിയമേ, ഞാൻ നിന്റെ റബ്ബിന്റെ ദൂതനാണ്. നിനക്ക് ഞാനിതാ പരിശുദ്ധനായ ഒരു കുട്ടിയെ ദാനമായി തരാൻ പോവുകയാണ്. قالت أنى يكون لي غلام ولم يمسسني بشر ولم أك بغيا. എനിക്ക് എങ്ങനെ കുട്ടി ഉണ്ടാവാനാണ്? എന്നെ ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ലല്ലോ, ഞാനാണെങ്കിലോ തേപിടിശി ആയിട്ടുമില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് കുട്ടി ഉണ്ടാവാനാണ് എന്ന് മറിയം ബീവി ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് തിരിച്ചു ചോദിച്ചു. ഖാല, ആ സമയത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയുകയാണ്, കദാലികി ഖാല റബ്ബുകി ഹുവ അലിയ ഹയ്യൻ. അത് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. റബ്ബിനതൊക്കെ എളുപ്പമുള്ള കാര്യമല്ലേ? ഒരു പരപുരുഷ ബന്ധമില്ലാതെ, ഭർത്താവിന്റെ ബന്ധമില്ലാതെ സ്ത്രീക്ക് ഗർഭധാരണമുണ്ടാക്കാൻ അല്ലാഹുവിന് കഴിയൂലേ? അതുകൊണ്ട് തന്നെ വലിനജഅലഹു ആയത്തൽ ലിന്നാസ് വറഹ്മതം മിന്നാ വകാന അംറൻ മഖ്ദിയാ ഫഹമലതുഹു ഫന്തബദത് ബിഹി മകാനൻ ഖസിയാ فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا وكنت نسيا منسيا. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവിന്റെ മാർവിടത്തിൽ ഊതുകയാണ്. ഊതിയപ്പോൾ ഗർഭം ധരിച്ചു. ഗർഭം ചരിച്ചപ്പോൾ തന്നെ കുട്ടി തികഞ്ഞു. അപ്പൊ തന്നെ പ്രസവിക്കേണ്ടി വരും. ഒറ്റ മണിക്കൂറിലാണ് നടന്നത്. മറിയം ബീവിയുടെ അടുക്കൽ ജിബ്രീൽ വരുന്നു, സംഭാഷണം ആരംഭിക്കുന്നു, മാറിവിടത്തിൽ ഊതുന്നു, ഉടനെ ഗർഭം ധരിക്കുന്നു. അങ്ങനെ ആ കുഞ്ഞ് പൂർണ്ണാവസ്ഥ പ്രാപിക്കുന്നു, ഉടനെ പ്രസവിക്കുന്നു. ഈ ആയത്തോതിയിട്ടോ നീ പറയോ ഈസാ നബി ചാപ്പിള്ള എന്ന് പറയോ? ഈസാ നബി രക്തക്കട്ട എന്ന് പറയോ? ഈസാ നബി സിദ്ധാന്തമാണെന്ന് പറയുമോ? ഈസാ നബി കേവലം ഒരു ബീജമാണെന്ന് പറയുമോ? ഈസാ നബി അലൈഹിസ്സലാം ഒരു ചോരക്കട്ടയാണെന്ന് നീ പറയുമോ? നീ എന്താ മനസ്സിലാക്കിയത്? അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ചാപ്പിള്ളയാണെന്ന് മൗലിദ് കിതാബിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, എത്ര ദയനീയമായിട്ടാണ് ഈ ജനങ്ങളിൽ റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ നമ്മുടെ കേരളത്തിലുടനീളം നടന്ന ചർച്ചകളാണിതൊക്കെ. ഇത് നാം തിരിച്ചറിയേണ്ടതല്ലേ? ഈ വസ്തുത പറയുന്ന ആളുകൾ സ്നേഹഭാഷയിൽ വിളിച്ചു വരുത്തിക്കൊണ്ട്, അങ്ങനെയല്ല മോനെ, നിന്റെ പ്രസംഗം തെറ്റാണ് മോനെ, അത് ഖുർആനിന്റെ ആശയത്തിന് വിരുദ്ധമാണ്, അത് ഹദീസുകൾക്കെതിരാണ്, അത് പ്രമാണത്തിന് യോജ്യമല്ല, പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ? നിങ്ങൾ നോക്കൂ, മണ്ണാർക്കാടിനടുത്തുള്ള പള്ളിക്കുന്ന് സൗത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു സഹോദരൻ പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? സാജിദ് എന്ന് പറയുന്ന മനുഷ്യൻ പ്രസംഗിക്കുകയാണ്. എന്താണെന്നറിയോ? മുഹിയുദ്ദീൻ മാല
മൊയ്യദ്ദീൻമാല അണ്ണാച്ചി ഉണ്ടാക്കിയതാണ്. നോക്കണം, കേരളക്കര കണ്ട സൈനുദ്ദീൻ മഖ്ദൂമിനെ പോലെ വലിയ പണ്ഡിതനായ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനെന്ന ചരിത്രം രേഖപ്പെടുത്തിയ അനേകം ഗ്രന്ഥത്തിന്റെ ഉടമയായ ഒരുപാട് ഇൽമിന്റെ നിറകുടമായ ലോകം ആ നിലക്ക് തന്നെ മനസ്സിലാക്കിയ മഹാനായ ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കൈപ്പടയാൽ സാഹിത്യത്തിന്റെ ഉത്തുംഗതയിൽ വിരചിതമായ മൊയ്യദ്ദീൻമാലയെ സംബന്ധിച്ച് എന്താ ഇവര് പറഞ്ഞത്? അണ്ണാച്ചി ഉണ്ടാക്കിയ മൗലൂദാണ്. നോക്കണം. അങ്ങനെ പറയുമ്പോൾ എനിക്ക് റസൂലുള്ളാഹിയുടെ ഹദീസ് ഖുദ്സിയായ ഹദീസാണ് എനിക്ക് ഓർമ്മ വരുന്നത്. റസൂൽ ഖുദ്സിയായ ഹദീസിൽ എന്താ പറഞ്ഞതെന്നറിയോ? മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. അല്ലാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച് വഹുവ യതവല്ല സാലിഹീൻ. അല്ലാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞെന്താ? വഹുവ യതവല്ല സാലിഹീൻ. സാലിഹീങ്ങളായ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കാര്യം, അവരുടെ സംരക്ഷണം അല്ലാഹ് ഏറ്റെടുക്കുമെന്നാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയണമേ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർക്ക് കഴിഞ്ഞു പോയതിൽ അവർക്ക് ഭയമില്ല, വരാനിരിക്കുന്നതിൽ അവർക്ക് കഴിഞ്ഞു പോയതിൽ അവർക്ക് ദുഃഖമില്ല, വരാനിരിക്കുന്നതിൽ അവർക്ക് ഭയവും ഇല്ല. ഞാൻ ചരിത്രം ദീർഘിപ്പിച്ചോ അതിന്റെ ഉദാഹരണങ്ങളോ വിശദീകരിക്കുന്നില്ല. ഒരുപാട് വിശദീകരിക്കാറുണ്ട്. ഞാൻ അതിന്റെ സംക്ഷിപ്തം മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അങ്ങനെയുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കൾ അസാല അബ്ദി ബിന്നവാഫിൽ യഖ്റുബു ഹത്താ അഖൂല ലഹു യദം വൽ അർജുലാ വസംഅ മിൻഹു ثم عين الباصرا اي مثل ذلك في المطالب هرولا. എന്റെ ഇഷ്ടദാസൻ ഫർദുകൾക്ക് പുറമെ അനേകം സുന്നത്തുകളെ കൊണ്ട് അല്ലാഹുവിന്റെ സാമീപ്യം കുറിക്കുമ്പോൾ അവൻ കാണുന്ന കണ്ണ് ഞാനാകും. അല്ല പറയാ, അവൻ കാണുന്ന കണ്ണ് ഞാനാകും, അവൻ കേൾക്കുന്ന കാത് ഞാനാകും, അവൻ പിടിക്കുന്ന കൈ ഞാനാകും, അവൻ നടക്കുന്ന കാല് ഞാനാകും. എന്താണ് ഈ കണ്ണും കൈയും കാലും കാതുമൊക്കെ ഞാനാകുമെന്ന് അല്ല പറഞ്ഞതിന് അർത്ഥം എന്താ? അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാമുമാർ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞൊരു കാര്യം, അവന്റെ കണ്ണ് നിഷിദ്ധമായത് കാണൂല, അവന്റെ കാത് നിഷിദ്ധമായത് കേൾക്കൂല, അവന്റെ കാല് നിഷിദ്ധമായതിലേക്ക് നടക്കൂല, അവന്റെ കരം നിഷിദ്ധമായത് പിടിച്ചെടുക്കൂല. അവന്റെ ചിന്തയും അവന്റെ സകലതും എല്ലാം തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ലയിച്ചു പോയതായിരിക്കും. അതാണ് ഒരു വിശദീകരണം. മറ്റൊരു വിശദീകരണം എന്താണ്? ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തഫ്സീർ റാസിയിൽ അൽ കഹ്ഫ് സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. എന്താ പറയുന്നതല്ലേ? അല്ലാഹുവിന്റെ വലിയ അവന്റെ കണ്ണുകൾക്ക് നമ്മുടെ കണ്ണുകളെ പോലെയല്ല. നമ്മുടെ കണ്ണുകൾക്ക് അപ്പുറത്തുള്ളതവർക്ക് കാണാൻ കഴിയും. അവന്റെ കാതുകൾക്ക്, സാധാരണ മനുഷ്യന്റെ കാതുകൾക്ക് അപ്പുറത്തുള്ളത് കേൾക്കാൻ കഴിയും. അവന്റെ കൈകൾക്ക് സാധാരണ മനുഷ്യർക്ക് കാണിക്കാൻ കഴിയാത്ത കഴിവുകൾ അല്ലാഹു കൊടുക്കും. അവന്റെ കാലുകൾക്ക് സാധാ മനുഷ്യന്റെ കാലുകളുടെ ശക്തിക്കപ്പുറമുള്ള അപാരമായ ശക്തി റബ്ബ് തആല കൊടുക്കും. ഇമാമുമാർ പറയാണ്, ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തഫ്സീർ മഫാത്തിഹുൽ ഗൈബ് എന്ന തഫ്സീർ കിതാബ്, ആ തഫ്സീർ ഗ്രന്ഥത്തിന്റെ അൽ കഹ്ഫ് സൂറത്തിന്റെ വിശദീകരണത്തിൽ ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ തന്നെ അദ്ദേഹം പറഞ്ഞിട്ട് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ. ഇപ്പത്തെ ഉദാഹരണം ഞാൻ പറയാം. ഒറ്റ ഉദാഹരണം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ഒരാൾ ഇങ്ങനെ കടന്നു വരിക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടുക്കൽ ഒരാൾ കടന്നു വരികയാണ്. അദ്ദേഹം വരുന്നതിന്റെ വഴിമധ്യേ ഒരു പെണ്ണിനെ ഒന്ന് നോക്കിപ്പോയിരുന്നു. ഒരു പെണ്ണിനെ നോക്കിപ്പോയിരുന്നു. അപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അടുക്കൽ എത്തിയപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആ ആഗതന്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, നിന്റെ മുഖത്ത് ഞാൻ വ്യഭിചാരത്തിന്റെ ലക്ഷണം കാണുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഓ മനുഷ്യ, നിന്റെ മുഖത്ത് ഞാൻ വ്യഭിചാരത്തിന്റെ ലക്ഷണം കാണുന്നുണ്ട്. ആ സമയത്ത് വന്ന മനുഷ്യൻ പറഞ്ഞു, വഹ്യ്, റസൂലുള്ളാഹിന്റെ വഹ്യ് മുറിഞ്ഞുപോയില്ലേ? ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് എന്റെ ഞാൻ പോരുന്ന വഴിക്കൽ ഞാനൊരു പെണ്ണിനെ നോക്കിയത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ആ സമയത്ത്
മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞത് എന്താണ്? അത് ഫിറാസത്തിന്റെ ഇൽമാണ്. ഇത്തഖൂ ഫിറാസത്തുൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. നിങ്ങൾ മുഅ്മിനിന്റെ ഫിറാസത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം. മുഅ്മിനിന്റെ ലക്ഷണം നോക്കിക്കൊണ്ടുള്ള പ്രവചനത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ വെളിച്ചം കൊണ്ടാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കഴിവുകൾ ഔലിയാക്കൾക്കുണ്ട്. അത് ഖുദ്സിയായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അവർക്ക് ഇച്ഛാനുസരണവും അല്ലാതെയും കറാമത്തുണ്ടാകും. അവരുടെ അഭിലാഷത്തിന് അനുസൃതമായും അല്ലാതെയും കറാമത്തുണ്ടാവും. എത്രയോ തെളിവുകളില്ലേ സ്വഹീഹുൽ ബുഖാരിയൊക്കെ ഇങ്ങനെ മറിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി തന്നെ സ്വഹാബത്തിന് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണെന്നറിയോ? ഒരു ഉമ്മ തന്റെ മുലകുടി പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഉമ്മയുടെ മുല ആ കുട്ടിയുടെ വായിലാണ്. അപ്പോഴാണ് ഒരു പോഖിരിയായ ഒരു പ്രമാണിയായ മനുഷ്യൻ കുതിരപ്പുറത്ത് ഇങ്ങനെ പരിവാരങ്ങളുമായിട്ട് ഇങ്ങനെ ആളുകളും അനുയായികളുമായിട്ട് ഇങ്ങനെ റോട്ടിലൂടെ നടന്നു പോകുന്ന ഒരു രംഗം കാണുന്നത്. ആ സമയത്ത് ആ ഉമ്മ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ജഅൽനി മിസ്ലഹു അല്ലാഹുമ്മ ജഅൽ ബിനി മിസ്ലഹു. അല്ലാഹുവേ എന്റെ കുട്ടിയെ അദ്ദേഹത്തെ പോലെ സ്ഥാനവും മാനവും ഉള്ള ഒരാളാക്കണേ. കുട്ടി പറഞ്ഞു, എട്ടും പൊട്ടും തിരിയാത്ത മല കുടിക്കുന്ന കുട്ടി ഒരൊറ്റ പറച്ചില. എന്താണെന്നറിയോ? അല്ലാഹുമ്മ ലാ തജഅൽനി മിസ്ലഹു. അല്ലാഹുവേ എന്നെ അയാളെ പോലെ ആക്കരുതേ എന്ന് തിരിച്ചു പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അതാ വേറൊരു പെൺകുട്ടിയെ ആളുകൾ അടിച്ചോടിക്കുന്ന രംഗമാണ്. സറഖ്തീവ സനൈതി, നീ മോഷ്ടാവാണ്, നീ വ്യഭിചാരിണിയാണ് എന്നിങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് ആട്ടിയോടിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ ആ ഉമ്മ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജഅൽ ബിനി മിസ്ലഹാ. അല്ലാഹുവേ എന്റെ കുഞ്ഞിനെ ഈ പെണ്ണിനെ പോലെ അപമാനിതയായിട്ട് കൈകൂടുന്ന അവസ്ഥ എന്റെ കുട്ടിക്ക് നീ നൽകല്ലേ. ആ സമയത്ത് എട്ടും പൊട്ടും തിരിയാത്ത കുട്ടി ദ്വാഹർന്നു, അല്ലാഹുമ്മ ജഅൽനി മിസ്ലഹാ. അല്ലാഹു എന്നെ അവളെ പോലെയാക്കണേ. ഉമ്മ ചോദിച്ചു, എന്താ മോനെ ആദ്യത്തെ ആ പ്രമാണിക്ക് തുല്യനായിട്ട് നിന്നെ ആക്കരുത് എന്നും ഈ അപമാനിക്കപ്പെട്ട പെൺകുട്ടിയെ പോലെ ആക്കണമെന്നും നീ പ്രാർത്ഥിക്കാൻ കാരണം എന്താണെന്ന് ഉമ്മ കുട്ടിയോട് ചോദിക്കുകയാണ്. കുട്ടി മറുപടി പറയുകയാണ്. എന്താ മറുപടി പറഞ്ഞ ഉമ്മ? നേരത്തെ പോയ കുതിരയുടെ പുറത്തു പോയ ആ മനുഷ്യണ്ടല്ലോ, ആ മനുഷ്യൻ ജനങ്ങളുടെ മുമ്പിൽ സ്ഥാനമാനമുള്ള ആളാണെങ്കിലും അയാൾ മഹാകള്ളനാണ്. അയാളുടെ പകൽ മാന്യത, പക്ഷേ അയാളുടെ സ്വകാര്യ ജീവിതം വളരെ മോശമാണ്. എനിക്ക് അയാളെ മാതിരി ആകണ്ട ഉമ്മ. പിന്നെ ആ ആട്ടിയോടിക്കപ്പെട്ട പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടി സാലിഹത്തായ പെൺകുട്ടിയാണ്. പക്ഷേ ജനങ്ങൾ ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് അപമാനിച്ചതാണ്. ആ പെൺകുട്ടിയെപ്പോലെ സ്വാലിഹായി ജീവിക്കാനാണ് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തത്. കണ്ടോ? ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി പറയുന്നത്, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയുന്നതായിട്ട് കാണാം. ഇമാം നവവി തങ്ങൾ തന്നെ ശർഹ് മുസ്ലിമിൽ പറയുന്നതായിട്ട് കാണാം. എന്താ പറയുന്നത് അറിയോ? ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം, അന്ന കറാമാത്തുൽ ഔലിയാഇ ഖദ് തഖഉ ബിഖ്തിയാരിഹിം വതലബിഹിം വഹാദാ ഹുവസ് സഹീഹു ഇൻദ ഉലമാഇനാ. എന്താ പറഞ്ഞത്? ഔലിയാക്കൾക്ക് അവരുടെ അഭിലാഷമനുസരിച്ചും ആവശ്യമനുസരിച്ചും ഈ അവരുടെ ഇഷ്ടാനുസരണം തന്നെ കറാമത്തുകൾ ഉണ്ടാകും. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഇമാമുമാർ രേഖപ്പെടുത്തിയതാണ്. അങ്ങനെയുള്ള ഔലിയാക്കളുടെ കൂട്ടത്തിൽ കേരളം വലിയൊരു വലിയല്ലേ മഹാനായ ഖാദി മുഹമ്മദ് റഹിമഹുല്ലാ. ആ ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ രചിച്ച മുഹിയുദ്ദീൻ മാല അണ്ണാച്ചിണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അങ്ങനെ പറയാൻ പറ്റും? ഇതല്ലേ നമ്മുടെ നാട്ടുപുറങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ തന്നെ പറഞ്ഞ നമ്മുടെ ഈ കാടാമ്പുറയിൽ നിങ്ങളിൽ പക്ഷെ നാട്ടുകാർ കേട്ടിട്ടുണ്ടാവില്ല. ഇവിടുത്തെ പ്രദേശത്തെ ആളുകൾ ആ പ്രസംഗത്തിന് ചെവി കൊടുത്തിട്ടുണ്ടാവില്ല. ചെവി കൊടുക്കും വേണ്ട. അത്തരക്കാരായ ആളുകളുടെ പ്രസംഗങ്ങൾക്ക് ചെവി കൊടുക്കാൻ മാത്രം തരം താഴ്ന്നവരല്ല നമ്മൾ സമുന്നതമായ ഒരു അവസ്ഥ അല്ലാഹു തആല നിഅമത്തായിട്ട് ചെറുപ്പം മുതലേ ഇൽമു കൊണ്ടും അതുപോലെ അമല് കൊണ്ടും നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമ്മുടെ ഉസ്താദുമാരിൽ നിന്നും നമ്മുടെ മദ്രസകളിൽ നിന്നും നമ്മുടെ പള്ളി ദർസിൽ നിന്നും എല്ലാം വിജ്ഞാനം സമ്പാദിച്ച ഒരു വിഭാഗമാണ് നമ്മൾ.
നമുക്ക് ഈ ചപ്പടാച്ചിയാളെ പ്രസംഗം കാതു കൊടുക്കേണ്ട ആളുകളല്ല നമ്മള്. എന്താ പറഞ്ഞത്? മൗലൂദൊക്കെ ഉണ്ടാക്കിയത് ജൂതന്മാരാണ്. മൗലൂദ് ഉണ്ടാക്കിയത് ജൂതന്മാരാണ്. കമ്പില് ഞങ്ങൾ ചോദിച്ചു. കമ്പില് അയാൾ പറയാം, കമ്പിൽ കണ്ണൂർ കമ്പിലേ, മരത്തിന്റെ കമ്പല്ല, കണ്ണൂർ കമ്പില് അയാൾ പറയാണ്. ഏത് നമ്മുടെ വാദപ്രതിവാദം നടത്തുന്ന മൗലവി പറയാണ്. എന്താ പറയണത്? ഞാൻ പറഞ്ഞില്ലേ നബിദിനാഘോഷം ഉണ്ടാക്കിയത് ജൂതനാണെന്ന്? ഞാൻ പറഞ്ഞില്ലേ നബിദിനാഘോഷം ഉണ്ടാക്കിയത് ഷിയയാണെന്ന്? ഞാൻ പറഞ്ഞില്ലേ? ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞില്ലേ? അത് തെളിവല്ലാന്ന്. നിങ്ങൾ പറയുന്നതാ തെളിവ്? നിങ്ങൾ പറഞ്ഞതാണോ തെളിവ്? നബിദിനാഘോഷം ഉണ്ടാക്കിയത് ജൂതനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? നബിദിനാഘോഷം ഉണ്ടാക്കിയത് ജൂതനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞത് തെളിവല്ല. നിങ്ങൾ പറഞ്ഞത് തെളിവല്ല. നിങ്ങൾക്ക് പ്രമാണം വായിക്കാൻ സാധിക്കുമോ? എന്താണ് മൗലിദാഘോഷം എന്ന് പറഞ്ഞാൽ? മഹാന്മാരെ മദഹ് ചെയ്യലല്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മത്തിന് പുണ്യമുണ്ട് എന്നുള്ള വസ്തുത വിളംബരപ്പെടുത്തലല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന് പുണ്യൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന് റഹ്മത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്ത് ആരംഭിക്കുന്നത് തന്നെ എവിടെ മുതൽക്കാണ്? 40ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ ഇങ്ങനെ ധ്യാനനിരതമായി ഇരിക്കുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ വന്നിട്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ഖുർആനിന്റെ സൂക്തങ്ങൾ ഓതിക്കൊടുത്തപ്പോ ആ പ്രവാചകത്വവുമായിട്ട് ഖദീജ ബിയുടെ വീട്ടിലേക്ക് സമ്മിലൂനി എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു ചെല്ലുന്ന ആ ഒരു വരവോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്ത് ആരംഭിക്കുന്നത്. അത് പിന്നെ 63 വയസ്സ് വരെ റസൂൽ 23 കൊല്ലം സഹാബത്തിന്റെ അടിയിൽ ഇങ്ങനെ കയ്യിൽ കൂടിയിട്ട് വിപ്ലവകരമായ ധാരാളം പരിവർത്തനങ്ങൾ നടത്തി, ധാരാളം സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തി, ധാരാളം സന്ദേശങ്ങൾ കൈമാറി. ഇതാണ് റസൂലുള്ളാഹിന്റെ റഹ്മത്ത്. അതിനു മുമ്പുള്ള 40 വയസ്സ് വരേക്കുമുള്ള റസൂൽ എന്ന് പറഞ്ഞാൽ അമിനാക്ക് ജനിച്ച മുഹമ്മദ് എന്നൊരു കുട്ടി എന്നതിൽ കവിഞ്ഞ റസൂലുള്ളാഹിന്റെ ജന്മം എന്ന് പറയുന്നത് റഹ്മത്ത് അല്ല എന്ന് മുജാഹിദുകൾ പറയുന്നു. നബിദിനാഘോഷം ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന പുസ്തകത്തിൽ അത് ഉടനീളം അവരെഴുതിയിട്ടുണ്ട്. അതുപോലെയുള്ള മൗലിദ് ആഘോഷം എന്ന് പറയുന്ന അവരുടെ പുസ്തകത്തിൽ അവരെഴുതിയിട്ടുണ്ട്. മായിമുട്ടി സുല്ലമി ഇങ്ങനെയുള്ള ഒരുപാട് മുജാഹിദിന്റെ ആളുകൾ എഴുതിയിട്ടുണ്ട്. ഉമർ മൗലവി എന്താ പറഞ്ഞത്? കെ ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ തീരത്തി എന്ന പുസ്തകത്തിന്റെ 58ാമത്തെ പേജിൽ എന്നാണ് എന്റെ ഓർമ്മ. ഏതായാലും 50ന്റെ 60ന്റെ ഇടയിലാണ്. ആ പേജിൽ പറയുകയാണ്, നബിദിനാഘോഷം എന്ന് പറയുന്നത് ആ നബിദിനാഘോഷത്തിൽ ആലപിക്കപ്പെടുന്ന മൗലിദുകളുടെ വരികളിൽ ഒരു ശിർക്കിന്റെ വാക്ക്, ഒരു ശിർക്കിന്റെ അംശം ഇല്ല. അത് വളരെ നല്ല മൗലിദാണ് എന്ന് സമ്മതിച്ചാൽ പോലും നബിദിനാഘോഷം തന്നെ ശിർക്കാണ്, വിദേഹത്താണെന്നല്ല. ഇപ്പൊ ശിർക്കാണ് അവർക്ക് പറയാനൊരു ലജ്ജ മടി നമ്മളെ മുമ്പിലുണ്ടെങ്കിലും 2008 മാർച്ച് മാസത്തിലെ ഇസ്ലാഹ് മാസികയിലും അതുപോലെ ഉമർ മൗലവിയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്നതിന്റെ 10ാമത്തെ പേജിലും അതുപോലെ ഓർമ്മയുടെ തീരത്ത് എന്ന പുസ്തകത്തിന്റെ 50 ചില്ലാനും പേജിലും എന്താ പറഞ്ഞതെന്നറിയോ? ഒരു കുഴപ്പവും മൗലിദിലില്ലെങ്കിൽ തന്നെ മൗലിദാഘോഷം ശിർക്കാണ്. ശിർക്ക്, മൗലിദാഘോഷം ശിർക്കാണ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നരകത്തിന് ശാശ്വതമാകുന്ന തെറ്റാണല്ലോ ശിർക്ക് എന്ന് പറഞ്ഞാല്. നീ ശിർക്ക് വയ്ക്കുകയാണെങ്കിൽ നിന്റെ സകല അമലുകളും പൊളിഞ്ഞു പോകുന്നല്ലേ ഖുർആൻ പറഞ്ഞത്? അത്രയും മാരകമായ നമ്പർ 1 അല്ലാഹുവിന്റെ മുമ്പിലുള്ള ധിക്കാരത്തിന്റെ പ്രതിരൂപമായ ശിർക്കാണ് മൗലിദാഘോഷം എന്നിവരെഴുതി. അതിനവർ പറഞ്ഞ കാരണം നോക്കണം നിങ്ങൾ. അവർ പറഞ്ഞ കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തവും പ്രീതിയും ഈ മൗലിദാഘോഷിക്കുന്നവരുടെ മനസ്സിൽ വരുന്നു. റസൂലുള്ളാഹിന്റെ പൊരുത്തം പാടില്ല എന്നാണ്. റസൂലുള്ളാഹിന്റെ പൊരുത്തം പാടില്ല. ഞാൻ ചോദിക്കട്ടെ, നിഷ്പക്ഷമതികളായ ഈ നാട്ടുകാരോട് ചോദിക്കട്ടെ, 100 കണക്കിന് ഈ സദസ്സിൽ സന്നിഹിതരായ എന്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം നമുക്ക് വേണ്ടേ? റസൂലുള്ളാഹിന്റെ പൊരുത്തം നമുക്ക് വേണോ വേണ്ടയോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറയുന്നു പൊരുത്തം നമുക്ക് വേണം. ഇത് സമസ്ത സ്വന്തമായി പറഞ്ഞതല്ല, ഖുർആനാണ് ഇക്കാര്യം പറയുന്നത്. വല്ലാഹു വറസൂലുഹു അഹഖു അയ്യുർദൂ. അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ചാ പോരാ, വറസൂലുഹു അഹഖു അയ്യുർദൂഹു, റസൂലുള്ളാഹിന്റെ പൊരുത്തവും സമ്പാദിക്കണം എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഖുർആനെ പഠിപ്പിക്കുന്നത്. ഇനി ഹദീസിൽ എന്താ ഉള്ളത്?
മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലുള്ള വിധികർത്താവായി, അവിടുത്തെ ഹാക്കിമായി, അവിടുത്തെ ഖാദിയായി, അവിടുത്തെ ജഡ്ജിയായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞേക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദുആ നടത്തിയിട്ടുണ്ട്. ആദ്യം ചോദിച്ചു, മുആദേ നീ എങ്ങനെയാണ് അവിടെ പോയാൽ ദീനിന്റെ കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കും, ഞാൻ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കും നബിയേ. അപ്പൊ നബി തങ്ങൾ പറയാണ്, ഒരു പ്രശ്നം നിന്റെ മുമ്പിൽ വന്നാൽ ഖുർആനിൽ അതിന്റെ വിധി നീ കാണുന്നില്ല, ഹദീസിൽ അതിന്റെ പോംവഴി നീ കാണുന്നില്ല, എങ്കിൽ നീ എന്താണ് പോംവഴി എങ്ങനെ കണ്ടെത്തും? ആ സമയത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അജ്തഹിദൂ, ഞാൻ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ട് ആളുകളുടെ കാര്യങ്ങൾക്കുള്ള മതവിധി ഞാൻ അവരെ പഠിപ്പിക്കും നബിയേ. ആ സമയത്ത് മുആദ് ബിൻ ജബലിന്റെ തോളിൽ തട്ടിക്കൊണ്ട് റസൂൽ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ് ആ പ്രാർത്ഥന എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഹംദുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിമാ യുർദി റസൂലഹു. അടിവരട്ട് മനസ്സിലാക്കണം. കേരളത്തിലുള്ള ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സകല ആളുകളെയും നമ്മൾ ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ഹദീസാണ്. ഇത് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അനേകം ഹദീസ് കിതാബുകളിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. ആരാണ് അല്ലാഹ്? അല്ലദീ വഫഖ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിമാ യുർദി റസൂലഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ യമനിലേക്കുള്ള ദൂതനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ അവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം സമ്പാദിക്കാൻ ആവശ്യമായ കഴിവ് കൊടുത്ത അല്ലാഹുവിനെ ഞാനിതാ സ്തുതിക്കുന്നു. ആരാ പറയുന്നത്? നബിയാണ് പറയുന്നത്. എപ്പോഴാ പറയുന്നത്? മുആദ് ബിൻ ജബലിന്റെ മറുപടി കേട്ടപ്പോഴാ പറയുന്നത്. എന്താ പറയുന്നത്? റസൂലിന്റെ പൊരുത്തം സമ്പാദിക്കുന്ന മുആദ് ബിൻ ജബലിന് അതിനുള്ള കരുത്ത് കൊടുത്ത അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. റസൂലുള്ളാഹിന്റെ പൊരുത്തം സമ്പാദിക്കണ്ടേ? റസൂലുള്ളാഹിന്റെ പൊരുത്തം വേണ്ടേ? പോട്ടെ, നമ്മളെ മാതാപിതാക്കളെ പൊരുത്തം കിട്ടിയാലല്ലേ അള്ളാഹിന്റെ പൊരുത്തം കിട്ടുള്ളൂ? മാതാപിതാക്കളെ പൊരുത്തം കിട്ടിയാലല്ലേ അള്ളാഹിന്റെ പൊരുത്തം കിട്ടുള്ളൂ? ഹദീസിൽ വന്നതല്ലേ റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ. ഹാഫിദുൽ അസ്ഖലാനി അവിടുത്തെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസ് സഹീഹാണ്. ഹദീസ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിന് തള്ളാനൊന്നും നിൽക്കണ്ട, പ്രമാണയോഗ്യമാണ്. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ. മാതാപിതാക്കളുടെ പൊരുത്തം സമ്പാദിക്കുമ്പോഴാണ് റബ്ബിന്റെ പൊരുത്തം ലഭിക്കുക. ശഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോ ഒരാൾ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളും പരിപാലന കർമ്മങ്ങളും നിർവഹിച്ചു. അവന്റെ മനസ്സിലെന്താ? എന്റെ അമ്മാനി ബാപ്പാനി പൊരുത്തം കിട്ടണമെന്നാണ്. എന്റെ അമ്മാനി ബാപ്പാനി പൊരുത്തം കിട്ടണമെന്നാണ്. അങ്ങനെ പൊരുത്തം കിട്ടുമെന്ന് വിചാരിച്ച് മാതാപിതാക്കൾക്ക് ശുശ്രൂഷ നടത്തുക എന്നുള്ള ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അള്ളാന്റെ പൊരുത്തം മാത്രമേ പറ്റുള്ളൂ. മാതാപിതാവിന്റെ പൊരുത്തം പറ്റൂല, റസൂലുള്ളാഹിന്റെ പൊരുത്തം പറ്റൂല, ഔലിയാഘോഷ വിശ്വാസാണ്. അങ്ങനെ പറ്റുമോ? റസൂലുള്ളാഹിന്റെ ജന്മത്തിന് ഒരു മഹത്വമില്ല. എന്താ പറഞ്ഞത്? ഇവരുടെ പുസ്തകങ്ങൾ എന്താ എഴുതിയിരുന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മത്തെക്കുറിച്ച് ഖുർആനിലോ ഹദീസിലോ ഒന്നും പറയുന്നില്ല എന്നാ പറയുന്നത്. എന്നാൽ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? റസൂലുള്ളാഹിന്റെ ജന്മത്തെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? അല്ലാഹു തആല ഖുർആനിൽ സൂറത്തു തൗബയുടെ 128ാമത്തെ ആയത്തിൽ പറഞ്ഞത് قد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. എന്താ അതിന്റെ അർത്ഥം? ലഖദ് ജാഅക്കും, അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ടുള്ള പ്രയോഗമാണ്. ലഖദ് ജാഅക്കും, തീർച്ചയായും നിങ്ങൾക്കിതാ സമാഗതമായിരിക്കുന്നു റസൂലുൻ, മഹോന്നതനായ ഒരു പ്രവാചകൻ, മിൻ അൻഫുസിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്. അവിടെ അല്ലാഹ് പറയാ മിൻ അൻഫുസിക്കും, മിൻ അൻഫുസിക്കും എന്നല്ല പറഞ്ഞു, മിൻ അൻഫുസിക്കും എന്നും അല്ലാഹു തആല തന്നെയാ പറയുന്നത്. മാത്രമല്ല മിൻ അൻഫുസിക്കും എന്ന് പറഞ്ഞ ഖിറാഅത്തിനെ സംബന്ധിച്ച്
തഫ്സീർ റാസിയിൽ പറയുകയാണ്, ഇമാം റാസി അവിടുത്തെ തഫ്സീറിൽ പറയുകയാണ്, വഹാദിഹി ഖിറാഅത്തു റസൂലില്ലാഹ് വഖിറാഅത്തു ആയിഷത വഖിറാഅത്തു ഫാത്തിമത റളിയല്ലാഹു അൻഹുമാ. ഇത് റസൂൽ അങ്ങനെ ഓതിയത്, ആയിഷ ബീവി അങ്ങനെ ഓതിയത്, ഫാത്തിമ ബീവി അങ്ങനെ ഓതിയത്. എങ്ങനെ ഓതിയത്? ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫസികും, നിങ്ങളിൽ ഏറ്റവും പരിശുദ്ധനായ ആ ഒരു വ്യക്തിയിൽ നിന്നാണ് ഈ റസൂല് ആഗതമായിരിക്കുന്നത്. ഏതാണ് ആ വരവ്? പരിശുദ്ധനിൽ നിന്ന് കടന്നു വരുന്ന റസൂലിന്റെ വരവ് ഏതാണ്? ചിന്തിക്കും മുഅ്മിനേ, ചിന്തിക്കും. ഏതാണ് ആ വരവ്? ഹിറാ ഗുഹയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് ഇഖ്റാ ബിസ്മിയുടെ ഓത്ത് കേട്ടുകൊണ്ട് ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് ദമ്മിലൂനി എന്ന് പറഞ്ഞു കടന്നു ചെല്ലുന്ന ആ വരവാണോ? അല്ല, ആ വരവല്ല. പിന്നെ ഏതാണ് ആ വരവ്? മഹാനായ താബിഈകളിൽപ്പെട്ട മഹാനായ ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതായത് ലം യുസിബുഹു, നബി തങ്ങൾക്ക് ഏറ്റിട്ടില്ല ശൈഉൻ യാതൊന്നും തന്നെ മിൻ വിലാദത്തിൽ ജാഹിലിയ്യ ജന്മം, ആ ജന്മം റസൂലുള്ളാഹിക്ക് സംഭവിച്ചിട്ടില്ല. പരിശുദ്ധയായ ആമിന ബീവിയിൽ നിന്ന് വളരെ ശറഫാക്കപ്പെട്ട ജനനത്തിലൂടെയാണ് റസൂലുള്ളാഹി ജനിച്ചത്. അതിന്റെ അർത്ഥം റസൂലുള്ളാഹിന്റെ മജീഉർ റസൂൽ, റസൂലിന്റെ ആഗമനം എന്ന് പറഞ്ഞാൽ റസൂലിന്റെ ജനനമാണ്. ആ ജനനത്തെക്കുറിച്ചാണ് സൂറത്തു തൗബയുടെ 128-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. ഇവരെന്തായത്? ഞാൻ ആ പുസ്തകം കെട്ടുകളൊന്നും എടുക്കുന്നില്ല, അവിടെ ബേക്കറി കസേരയിലുണ്ടോ പുസ്തകങ്ങളും എല്ലാ തെളിവുകളും അവിടെ ഉണ്ട്, അതൊന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവരെന്താ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ ജനനത്തിന് ഒരു പ്രത്യേകതയില്ല. പിന്നെ അതൊക്കെ തുടങ്ങുന്നത് 40-ാമത്തെ വയസ്സ് മുതൽ. എന്നിട്ട് അവർ പറഞ്ഞ ഒരു കളവും കൂടി ഞാനിവിടെ പറഞ്ഞിട്ട് തൽക്കാലം വാക്കുകളൊന്നും നിർത്താൻ ഉദ്ദേശിക്കുകയാണ്. എന്താണെന്നറിയോ? എന്താ പറഞ്ഞതറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസം റബീഉൽ അവ്വൽ, റസൂലുള്ളാഹിന്റെ ജന്മദിനം റബീഉൽ അവ്വൽ 12. ഈ 12-ന്റെ അന്ന് നമ്മൾ റസൂലുള്ളാഹിന്റെ ജനനത്തിലുള്ള സന്തോഷത്തെ വെളിപ്പെടുത്തുകയാണോ വേണ്ടത്, അതോ റസൂലുള്ളാഹി അന്ന് തന്നെയാണോ വഫാത്തായത്? അപ്പൊ അന്ന് നമ്മളിങ്ങനെ ആ വഫാത്തിന്റെ കാര്യം ഇങ്ങനെ ആലോചിച്ചിട്ട് ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ ഇങ്ങനെ ചൊല്ലിയിട്ട് സാദിക്കിങ്ങനെ കയ്യിങ്ങനെ കൊടുത്തിട്ട് കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒൽപ്പിച്ചിട്ട് ഇങ്ങനെ കുനിഞ്ഞ് വീട്ടിൽ ചമ്രപ്പടിയിട്ട് ഇരിക്കുകയാണോ വേണ്ടത്? മുജാഹിദ് പറയാണ്, ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് പോരിശ, സന്തോഷത്തിന് പോരിശല്ല. നോട്ടീസുണ്ട്. ആലപ്പുഴയിൽ നമ്മുടെ സമ്മേളനം നടക്കുന്നതിന് തൊട്ടടുത്ത് ഒരു പ്രസംഗത്തിന്, സമ്മേളന പ്രചരണത്തിന് വേണ്ടി സമ്മേളനം നടക്കുന്ന ആദ്യ പ്രസംഗത്തിന് പോയി. അപ്പൊ അവിടുന്ന് എനിക്ക് അവിടുത്തെ പ്രവർത്തകർ തന്നൊരു നോട്ടീസാണ്. ആ നോട്ടീസിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ആ നോട്ടീസിൽ മാത്രമല്ല കേരളത്തിലുടനീളം ഇതിന് വിതരണം ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തിയ നോട്ടീസുകളിൽ മുഴുവൻ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ഏതാണ് എന്നതിൽ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ദിനം അത് റബീഉൽ അവ്വൽ 12 എന്നതിൽ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസം ഇല്ല. അതുകൊണ്ട് 12 ജനിച്ചതിന്റെ പേരിലല്ല, 12 റസൂലുള്ളാഹി മരിച്ചത്. അതുകൊണ്ട് ആ ദുഃഖമാണ് നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരായി ഒഴുകി വരേണ്ടത് എന്നാണ് ഇവർ പറയുന്നത്. ഇത് ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് 12 തർക്കമില്ലാതെ ഇവര് എല്ലാ നോട്ടീസും എഴുതിക്കാൻ ഈ നാട്ടിലൊക്കെ ഒരുപക്ഷേ ചില വീടുകളിലൊക്കെ എത്തിയിട്ടുണ്ടാവും, ചില സുഹൃത്തുക്കളുടെ കയ്യിലുണ്ടാവും. നിങ്ങൾ നോക്കി എത്ര പച്ച നുണയാണ് പറഞ്ഞത്. നുണയല്ലേ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന് ശേഷം 81 ദിവസം മാത്രമാണ് ജീവിച്ചിട്ടുള്ളത് എന്നാണ് തഫ്സീറുകളിൽ കാണുന്നത്. മാഇദ സൂറത്തിന്റെ 3-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ അങ്ങനെയാ കാണുന്നത്. റസൂലുള്ളാഹി മരിച്ചത് റബീഉൽ അവ്വൽ 1 അഭിപ്രായമുണ്ട്. റസൂലുള്ളാഹി വഫാത്തായത് റബീഉൽ അവ്വൽ 2 നിരീക്ഷണം ഉണ്ട്. റസൂലുള്ളാഹി വഫാത്തായത് റബീഉൽ അവ്വൽ 10 അഭിപ്രായമുണ്ട്. റസൂലുള്ളാഹി വഫാത്തായത് റബീഉൽ അവ്വൽ 12 അഭിപ്രായമുണ്ട്. റസൂലുള്ളാഹി വഫാത്തായത് 13 അഭിപ്രായമുണ്ട്. 14 അഭിപ്രായമുണ്ട്. പല അഭിപ്രായം. ഇവര് പറയാണ് നോട്ടീസിൽ റസൂലുള്ളാഹി വഫാത്തായത് 12 അതിനൊരു തർക്കമില്ല. കിതാബ് നോക്കണ്ടേ?
കിതാബ് നോക്കാതെ സാധാരണക്കാരായ ആളുകളുടെ മുൻപിൽ ജാഹിലീങ്ങളായ പ്രാസംഗികന്മാർ, ജാഹിലീങ്ങളായ എഴുത്തുകാർ, വിവരമില്ലാത്ത ആളുകൾ ദിവസവും പച്ചക്കളവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം അതിന്റെ മൂർധന്യാവസ്ഥ എവിടെ എത്തിയെന്നറിയോ? ഈ വർഷത്തെ റബീഉൽ അവ്വൽ 12-ന് നിരീക്ഷിച്ച ഈ കേരളത്തിൽ നടക്കുന്ന വാഗ്വാദ അതുപോലെ സംവാദ വിവാദ കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകന് ബോധ്യപ്പെട്ട കാര്യങ്ങളായി പറയുന്നത് എന്താ പറയുന്നത് എന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മം, ആ ജനിച്ചതിനെ ഇങ്ങനെ ആമിനാക്കൊരു കുട്ടി ജനിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അടിമപ്പെണ്ണായ സുവൈബ് എന്ത് ചെയ്തു? യജമാനായ അബൂലഹബ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. അബൂലഹബ് ആരാണ്? റസൂലുള്ളാഹിന്റെ പിതൃവ്യനാണ്. പക്ഷെ റസൂലുള്ളാഹിനെ അങ്ങേയറ്റം മർദ്ദിച്ച ആളുമാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ എന്ന് ഖുർആൻ ആക്ഷേപിച്ച വ്യക്തിയാണ്. നരകത്തിൽ കടക്കുമെന്ന് ഉറപ്പുള്ള ആളാണ്. അങ്ങനത്തെ അബൂലഹബ് ആമിനാക്കൊരു കുട്ടി ജനിച്ചു എന്ന സന്തോഷ വാർത്ത കേട്ടപ്പോ ഞാൻ നിന്നെ മോചിപ്പിച്ചു എന്ന് ആ അടിമപ്പെണ്ണിനെ ഞൊടിയിട മോചിപ്പിച്ചു. ആ സന്തോഷത്തിന്റെ പേര്. അങ്ങനെ അബൂലഹബ് ബദറിന്റെ ആ കാലഘട്ടത്തിൽ ചത്തു മരിച്ചു. അബൂലഹബ് ചത്ത് കബറിലായി. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ജ്യേഷ്ഠനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂലഹബിന്റെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ചോദിച്ചു, ഓ സഹോദരാ, നീ ഞങ്ങളോട് വിട പറഞ്ഞതിന് ശേഷം നിന്റെ അവസ്ഥ എന്താണ്? അബൂലഹബ് പറയുകയാണ്, എന്റെ അവസ്ഥ വളരെ മോശമാണ്. പക്ഷേ പക്ഷേ എനിക്ക് എന്റെ ഈ വിരലിലൂടെ എനിക്ക് വെള്ളം നൽകപ്പെട്ടു. സുവൈബയെ ഞാൻ മോചിപ്പിച്ചതു കാരണത്താൽ. ഇതെവിടെ ചരിത്രമുള്ളത്? ഇത് ഓരോ തിങ്കളാഴ്ചയുമാണ് എന്നും അത് റസൂലുള്ളാഹിന്റെ ജന്മത്തിലുള്ള സന്തോഷത്തിന്റെ പേരിലാണ് എന്നൊക്കെ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാമികൾ അനവധി ചരിത്രങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇതെവിടെ പറയുന്നത്? ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സഹീഹിൽ പറയുകയാണ്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പ്രമാണല്ലേ സഹീഹുൽ ബുഖാരി? പ്രമാണത്തിന്റെ സ്രോതസ്സല്ലേ സഹീഹുൽ ബുഖാരി? ആ സഹീഹുൽ ബുഖാരിയിൽ കിതാബുൻ നിക്കാഹ് എന്ന അധ്യായത്തിലും ഇത് പറയുന്നുണ്ട്. കിതാബുൻ നഫഖാത്ത് എന്ന അധ്യായത്തിലും ഇത് പറയുന്നുണ്ട്. ബാബുൽ മറാദി മിനൽ മവാലിയാത്തി എന്ന അധ്യായത്തിന്റെ വിശദീകരണത്തിൽ ഈ സംഭവം പറയുന്നുണ്ട്. ഖാല ഉർവത്തു എന്ന് പറഞ്ഞിട്ട് സനദ് സഹിതമാണ് ഇത് പറയുന്നത്. ഇതെന്തിനാണ് ഈ സംഭവത്തെ ബുഖാരി ഇമാം ഉദ്ധരിച്ചത് എന്ന് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ബദറുദ്ദീനുൽ ഐനി അതുപോലെ ഹാഫിദുൽ അസ്ഖലാനി പോലുള്ള ഇമാമികളൊക്കെ എന്താ പറഞ്ഞതെന്നറിയോ? ഇത് തെളിവിന് വേണ്ടി പറഞ്ഞതാണ്. ബുഖാരി ഇമാം ഒരു മസ്അല തെളിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്താ മസ്അല? മുല കൊടുക്കുന്ന പെണ്ണുങ്ങൾ അടിമ പെണ്ണുങ്ങളാവാൻ പറ്റുമോ? മുല കൊടുക്കുന്ന പെണ്ണുങ്ങൾ, ഒരു പെണ്ണിനൊരു കുട്ടി ജനിച്ചു, ആ ഉമ്മാക്ക് മുലയില്ല, പാലില്ല. അപ്പൊ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ മുല കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കും. ആ ഏൽപ്പിക്കപ്പെടുന്ന പെണ്ണുങ്ങൾ സ്വതന്ത്ര പെണ്ണുങ്ങൾ തന്നെയാവണോ അതോ അടിമ പെണ്ണുങ്ങളാവാൻ പറ്റുമോ? ഈ വിഷയം തെളിയിക്കാൻ വേണ്ടിയാണ് ഇമാം ബുഖാരി തങ്ങൾ ഈ സുവൈബയുടെ സംഭവം, അബൂലഹബിന് ഇളവ് ലഭിക്കുന്ന സംഭവം, അബൂലഹബിനോട് വിരലിലൂടെ വെള്ളം കുടിപ്പിക്കപ്പെടുന്ന സംഭവം ബുഖാരി ഇമാം ഉദ്ധരിക്കുന്നത് എന്ന് ഇമാമുമാർ പറയുമ്പോൾ ഇവരെന്താ പറഞ്ഞതെന്നറിയോ? ഇവരതിനെപ്പറ്റി പറഞ്ഞത് കള്ളക്കഥയാണ്. ഇത് പച്ചക്കള്ളക്കഥയാണ്. ഇത് തലയും വാലുമില്ലാത്ത ഉമ്മാക്കഥയാണ്. അപ്പൊ ഞങ്ങൾ കണ്ണൂർ കമ്പിൽ സംവാദത്തിൽ ചോദിച്ചു, അവസാനത്തെ ചോദ്യത്തിൽ ചോദിച്ചു, ഈ സംഭവം സുവൈബയെ മോചിപ്പിച്ചതിന്റെ പേരിൽ അബൂജഹലിന് ഇളവ് ലഭിക്കുമെന്ന് പറയുന്ന സംഭവം, ആ സംഭവം അത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് സ്വപ്നത്തിൽ ദർശിച്ച സംഭവം അത് കള്ളക്കഥയാണ് എന്നും തലയും വാലുമില്ലാത്ത ഉമ്മാക്കി കഥയുമാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഇമാം ബുഖാരി തങ്ങൾ കള്ളക്കഥ പറയുന്ന ആളാണോ? ഉമ്മാക്കി കഥയുണ്ടാക്കിയിട്ട് ഈ സമുദായത്തെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത ആളാണോ ഇമാം ബുഖാരി എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ബുഖാരിയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലേ ഇല്ല. നോക്കണം, നിങ്ങൾ മോത്ത് നോക്കിയിട്ട് നോണാണ്. ഇത്രമാത്രം നുണ പറയുന്ന ആളുകൾ കളവിലൂടെ തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുടെ ഈ ഒരൊറ്റ കാര്യങ്ങളും അതിനൊന്നും നിലനിൽപ്പില്ല. അതുകൊണ്ട് എന്റെ പൊതുജനത്തോട് എന്റെ സദസ്യരോട് എനിക്ക് പറയാനുള്ളത്,
ഈ ജാതി കുപ്രചാരണങ്ങളിൽ നമ്മൾ ആരും പെട്ടുപോകാൻ പാടില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യണം? അത്തരക്കാരായ ആളുകളെ നമ്മൾ വിളിച്ചു വരുത്തണം. എന്നിട്ട് വിളിച്ചു വരുത്തിയിട്ട്, മോനെ നീ വിശ്വസിച്ച നിന്റെ വിശ്വാസം തെറ്റാണ് കേട്ടോ, മോനെ നിന്റെ കാഴ്ചപ്പാട് തെറ്റാണ് കേട്ടോ, നീ മുജാഹിദോ ജമാഅത്തോ തബ്ലീഗോ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയാൽ നിന്റെ പ്രയാണം നരകത്തിലേക്കാണ് കേട്ടോ, സ്വർഗം നിനക്ക് അകലെയായിരിക്കും, ഖബർ ജീവിതം പ്രയാസമാകും. അല്ലാഹുവിന്റെ ഔലിയാക്കളെ അവഹേളിച്ചാൽ അല്ലാഹുവിന്റെയും റസൂലിന്റെയും മാരകമായ യുദ്ധം നിന്റെ നേർക്ക് വരും എന്ന് നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് അവനെ നല്ല ഭാഷയിൽ അത്തരം ആളുകളെ ഉപദേശിച്ച് നന്നാക്കി സുന്നത്ത് ജമാഅത്തിന്റെ തീരത്തേക്ക് കൊണ്ടുവരികയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ വിശുദ്ധമായ ആദർശ തീരത്ത് അവരെ അണിനിരത്തുകയും ചെയ്യാനുള്ള ബാധ്യത നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളെല്ലാം, നമ്മുടെ സമ്മേളനവും അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു തആല വമ്പിച്ച വിജയത്തിൽ ആക്കി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.